ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടൂരാണ്. കോട്ടൂർ കുട്ടി ആനകളെ കാണുന്നതിനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. കാടും മൃഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ വന്നിറങ്ങിയ സമയം ചെറിയൊരു മഴയുടെ കോളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഉണ്ട്. നമ്മൾ കുടയൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് കയ്യിൽ. കുടയൊക്കെ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കുറച്ച് കുട്ടിയാനകളെ കാണുന്നതിനായിട്ട് കാട്ടാക്കടയുള്ള കോട്ടൂര് വന്യജീവി സങ്കേതത്തിലേക്കാണ്. ഇന്നത്തെ യാത്രയിൽ വഴിയിലൂടെ വന്നപ്പോഴൊക്കെ ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ നിന്ന ഒരു പുള്ളിമാനെയൊക്കെ കാണുന്നതിനായിട്ട് സാധിച്ചു. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാവുന്നതാണ്. നമുക്കെങ്കിൽ ഇവിടെയുള്ള ബാക്കി ആനകളെയും അവയെക്കുറിച്ചൊക്കെ ഒന്ന് ഈ പറഞ്ഞ കോട്ടൂർ ആന പാർക്കിനെ കുറിച്ചൊക്കെ വിശദമായി തന്നെ കേട്ട് മനസ്സിലാക്കിയാലോ. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്നതും അന്തർദേശീയ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രവുമാണ് കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം. ആനകളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പരിപാലിക്കുന്നതിനും മികച്ച ചികിത്സ അവയ്ക്ക് ലഭ്യമാക്കുന്നതിനും ഒപ്പം മനുഷ്യർക്ക് കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇവയെ കാണുന്നതിനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 1-2 ആനകളെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത്. മഴയുടെ ചെറിയ കോളുണ്ടായിരുന്നതിനാൽ തന്നെ ഞങ്ങളാരും ബോട്ടിലൊന്നും കയറിയില്ല. കരയിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടതിന് ശേഷം അവിടെ നിന്നും വീണ്ടും മറ്റ് ആനകളെ കാണുന്നതിനായിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ചങ്ങാടത്തിൽ അഗസ്ത്യമലകളുടെ ഭംഗി ആസ്വദിച്ച് നെയ്യാറിലൂടെയുള്ള യാത്ര ആരെയും അതിശയിപ്പിക്കുന്നതാണ്. മുളം ചങ്ങാടം, കുട്ടവഞ്ചി, പെഡൽ ബോട്ട് തുടങ്ങിയ ബോട്ടുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ആനക്കൊട്ടിലിലെ പ്രധാന ആകർഷണം കുട്ടിയാനകളാണ്. മാസങ്ങൾ മാത്രം പ്രായമുള്ള ഇവരെ പ്രത്യേക പരിചരണത്തിനായി തുറസായ സ്ഥലത്ത് ചെറിയ കാടുപോലെ കെട്ടി പാർപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ 18-ലധികം ആനകളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനു കീഴിലാണ് കോട്ടൂർ കാപ്പുകാട് ആനസങ്കേതം സ്ഥിതി ചെയ്യുന്നത്.
ശ്രീലങ്കൻ മാതൃകയിൽ 2006 വനം വകുപ്പ് നെയ്യാറിലെ കാപ്പുകാട്ടിൽ കേരളത്തിലെ ഏക ആന സംരക്ഷണ പാർക്ക് എന്ന ബഹുമതിയോടെ ഈ സങ്കേതം ഒരുക്കുന്നത്. ഇതൊരു പാർക്കായി വിഭാവനം ചെയ്തതായിരുന്നു വനം വകുപ്പിൻ്റെ പ്രോജക്റ്റ്. നെയ്യാറിലെ വെള്ളം കയറി കിടക്കുന്ന ഭാഗത്ത് ആനകളുടെ പുനരധിവാസ കേന്ദ്രമായി ഇതിനെ 2007 മാറ്റിയെടുത്തത്. മിന്നു, ജയശ്രീ തുടങ്ങിയ ആനകളായിരുന്നു ഇവിടെ ആദ്യം എത്തിയത്. കാട്ടാനയും നാട്ടാനയെയും ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇടത്ത് വളർത്തുക, പ്രായം ചെന്നവയെ സംരക്ഷിക്കുക, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, പഠന ഗവേഷണങ്ങൾ നടത്തുക, കാട്ടിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകൾക്കു പുറമെ ക്രൂരതയ്ക്കിരയാവുന്ന നാട്ടാനകളെയും ഒറ്റപ്പെടുന്ന കുട്ടിയാനകളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ സംരക്ഷിച്ചു പരിപാലിക്കുക എന്നിവയാണ് ഈ ആന പുനരധിവാസ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ. കോട്ടൂർ വനമേഖലയിലെ 176 ഹെക്ടർ വനഭൂമിയിലാണ് ആന പരിപാലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടം സന്ദർശിക്കുന്നതിനായിട്ട് 60 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. അതിനുശേഷം ട്രക്കിംഗ്, ബോട്ടിംഗ് തുടങ്ങിയവയ്ക്ക് പ്രത്യേകം ചാർജുകളും ഈടാക്കുന്നു. ആനകൾക്ക് തീറ്റ കൊടുക്കുന്ന പ്രത്യേക സമയമായതിനാൽ ഞങ്ങൾക്ക് ഇത്തരത്തിൽ അവിടെ വെച്ചിട്ട് ആനകൾ ഈ തീറ്റയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും അതുപോലെ തന്നെ ഒരുപാട് കൂട്ടം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നതിനായിട്ട് സാധിച്ചു. കാടും സാഹസികതയും താല്പര്യപ്പെടുന്നവർക്ക് ട്രക്കിംഗ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാപ്പുകാടിന് സമീപത്താണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. ഏത് കൊടിയ വേനലിലും വെള്ളം വറ്റാത്ത ഇടമാണിത്. കുന്നും വളവുമെല്ലാം തിരിഞ്ഞ് അവിടേക്ക് പോകാനുള്ള സൗകര്യം സാഹസികരായ സഞ്ചാരികൾക്ക് ലഭിക്കും. അതിനായി വനം വകുപ്പ് തന്നെ പ്രത്യേകം വാഹനവും ഒരുക്കിത്തരും. ഈ വഴിയിൽ കാട്ടുപോത്ത്, മാൻ, കരടി തുടങ്ങിയ മൃഗങ്ങളെയും കാണാനാകും. മീൻമുട്ടിക്ക് പുറമെ കാറ്റാടിക്കുന്ന്, തീർത്ഥക്കര എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികളെ അനുവദിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. വേനൽക്കാലത്ത്, അതായത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പകൽ പരമാവധി 29 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാറുണ്ട്. എന്നാൽ രാത്രിയോടെ താപനില താഴ്ന്ന് 18 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കും. മഴക്കാലത്ത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ പകൽ താപനില പരമാവധി 24 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ടെങ്കിലും രാത്രിയാവുമ്പോഴേക്കും താപനില 13 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. ഇവിടത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 35 കിലോമീറ്ററാണ് ദൂരം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ മാറി മലയിൻകീഴ് കാട്ടാക്കട റൂട്ടിൽ യാത്ര ചെയ്താൽ കോട്ടൂരിലെത്താം. തിരുവനന്തപുരത്ത് നിന്നും കോട്ടൂർ ബസ് ലഭിക്കും. അല്ലെങ്കിൽ കാട്ടാക്കടയിൽ നിന്ന് കോട്ടൂർ ബസ്സിൽ കയറിയാലും മതി. KSRTC സിറ്റി റേഡിയൽ സർവീസ് കാപ്പുകാട്, കോവളം, ആര്യനാട് ഡിപ്പോയിലും നടത്തുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വരുന്ന വഴിയിൽ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന പുള്ളിമാനാണ് ഇത്. ആൾക്കാരുമായി നല്ല ഇണക്കത്തിലാണ് ഈ പുള്ളിമാനെന്നാണ് അവിടെ നിന്നും അറിയുവാനായിട്ട് സാധിച്ചത്.